എടാ, ഇത് കണ്ടോ? ചെടികളിൽ ഇങ്ങനെ വെള്ള നുര പോലെ ഒട്ടിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ എപ്പോഴേലും? ഇത് പണ്ട് ഞാൻ വീട്ടിൽ ചോദിക്കുന്ന സമയത്ത് അമ്മ പറയും പാമ്പിൻ്റെ തുപ്പലാണ്, അവിടെ പോവല്ലേ, അങ്ങനെയുള്ളിടത്തൊക്കെ പാമ്പുണ്ടാവും എന്നൊക്കെയാണ് എന്നെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഒരു പ്രായം എത്തുന്നത് വരെ ഞാനും അത് തന്നെയാണ് വിചാരിച്ചിരുന്നത്. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പറയുന്നതെന്നൊന്ന് കമൻറ്റിൽ പറയണേ. എനിക്ക് ഒരു പല നാട്ടിലും പല കാര്യങ്ങളായിരിക്കുമല്ലോ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണേ. ഇത് പാമ്പിൻ്റെ തുപ്പലൊന്നുമല്ല. ഈ നുര പോലെയുള്ളതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നത് ഫ്രോഗ് ഹോപ്പർ അല്ലെങ്കിൽ സ്പിറ്റിൽ ബഗ് എന്നൊരു ചെറിയ കീടത്തിൻ്റെ കുഞ്ഞാണ്. ഞാൻ ഈ നുരയൊന്ന് മാറ്റി നോക്കിയപ്പോൾ അതിനകത്ത് ഈ കുഞ്ഞിരിക്കുന്നതും കണ്ടു, പുറത്തേക്ക് ഇറങ്ങി വരുന്നതും കണ്ടു. പിന്നെ അതിനെ തിരികെ ഇലയിലോട്ട് തന്നെ വിടുകയാണ് ചെയ്തത്. കുറച്ച് കഴിഞ്ഞപ്പം ഇത് വീണ്ടും ഈ ഒരു നുര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത് ചെടിയിൽ നിന്ന് നീര് കുടിക്കും. ആ നീര് വളരെ വെള്ളം കൂടിയതായതിനാൽ തന്നെ എക്സ്ട്രാ ഭാഗം പുറത്തേക്ക് വിടുമ്പോൾ അതിനൊപ്പം ഇതിൻ്റെ സ്വന്തം സെക്രീഷൻസും കലരും. പിന്നെ അത് വായുവായിട്ട് ചേർന്നാണ് ഈ നുര ഉണ്ടാവുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവൈവൽ മെക്കാനിസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇതിൻ്റെ ശരീരം നനവോടെ ഇരിക്കാനും ഇതിന് ചൂടിൽ നിന്ന് രക്ഷ നേടാനും പിന്നെ പുറത്തു നിന്ന് എളുപ്പത്തിൽ വേറെ ഇപ്പം എന്താണ് കിളികളും അങ്ങനത്തെ കാര്യങ്ങളില്ലേ, അപ്പോൾ അതൊന്നും കാണാതെ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ബബിൾ ഷെൽട്ടർ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. അപ്പോൾ നമ്മൾ പണ്ട് മുതലേ പേടിപ്പിച്ചിട്ടുള്ള ഇങ്ങനെ എത്ര കാര്യങ്ങളുണ്ടാവും അല്ലേ ഈ പ്രകൃതിയിൽ. പക്ഷെ പലപ്പോഴും നമ്മൾ അടുത്ത് പോയി നോക്കാത്തത് കൊണ്ടും മനസ്സിലാക്കാത്തത് കൊണ്ടും ആ പേടി ഇന്നും നമ്മളോടൊപ്പം കിടക്കുന്നുണ്ട്. അടുത്ത് നോക്കുമ്പോഴാണ് പല തെറ്റിദ്ധാരണകളും മാറി അതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇത് കണ്ടാൽ പേടിക്കൊന്നും വേണ്ട. ഇത് പാമ്പിൻ്റെ തുപ്പലൊന്നുമല്ല, ഒരു കുഞ്ഞു കീടത്തിൻ്റെ ചെറിയൊരു ബബിൾ വീടാണ്.